വിനിഷ ജൂലൈ 16-നാണ് അർജുനെ കാണാതാകുന്നത്. ഇപ്പോൾ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അർജുൻ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഈ വീട്ടുകാർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് ഈ വീട് സന്ദർശിച്ചപ്പോൾ ഈ ബന്ധുക്കൾ അവരുടെ ആശങ്കയാണ് അറിയിച്ചത്. ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. അവരുടെ പരാതികൾ നിവേദനമായി നൽകിയിട്ടുണ്ട്, അവരുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാത്തിനും സഹായം നൽകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അർജുന്റെ സഹോദരി പറഞ്ഞിരിക്കുന്നത്. ഈശ്വർ മാൽപേ തെരച്ചിലിന് സ്വമേധയാ ഇറങ്ങും എന്ന് ഈ കുടുംബത്തോട് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നിലവിൽ കർണാടക സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. ഈശ്വർ മാൽപയ്ക്കെതിരെ കേസെടുക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത്. കർണാടക സർക്കാർ മുൻകൈയെടുത്ത് ഒരു കാര്യവും ചെയ്യുന്നില്ല. സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഈശ്വർ മാൽപയെ പോലും അതിന് അനുവദിക്കാത്ത രീതിയാണ് കർണാടക സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന് കുടുംബം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ വലിയ പ്രതീക്ഷയിലാണ് ഈ കുടുംബം കാണുന്നത്. എല്ലാ സമ്മർദ്ദവും ചെലുത്തും, എല്ലാ സഹായവും നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി എന്നതാണ് അർജുന്റെ സഹോദരി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അർജുന്റെ അമ്മ, അച്ഛൻ, ഭാര്യ, സഹോദരി എന്നിവരോടൊക്കെ തന്നെയും ആശ്വസിപ്പിക്കുകയും അവരോടൊപ്പം 10 മിനിറ്റോളം ഈ വീട്ടിൽ കണ്ണാടിക്കലിലെ ഈ വീട്ടിൽ മുഖ്യമന്ത്രി നിൽക്കുകയും ചെയ്തു. ഏതായാലും അല്പം മുമ്പാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഈ കുടുംബത്തിന് വലിയ ആശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വരവ്. വിനിഷ, തീർച്ചയായും മേഘമാധവനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. വലിയ ഒരു ആശ്വാസം തന്നെയാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക്. കാരണം മുഖ്യമന്ത്രി നേരിട്ടെത്തി അവരുടെ ആവശ്യങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെ തന്നെ കേരള സർക്കാർ ഇടപെട്ടാണ് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കർണാടകയിൽ പുരോഗമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏറ്റവും ആദ്യം ഈ മണ്ണിടിച്ചിലുണ്ടായി അർജുൻ അതിനുള്ളിൽ അകപ്പെട്ടു എന്ന പരാതി ജൂൺ 16 കൂടി ഈ അപകടം സംഭവിക്കുകയും ശേഷം ജൂൺ 17 കൂടി ഈ അപകട വാർത്ത പുറത്തെത്തി കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴും കർണാടക സർക്കാർ നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. തുടർന്ന് കേരള സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് കർണാടകയിലെ ഷിരൂരിലെ രക്ഷാദൗത്യങ്ങൾ പുരോഗമിച്ചത്. മുഖ്യമന്ത്രി ഫോണിൽ നേരിട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺടാക്ട് ചെയ്യുകയും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ മന്ത്രിതല സംഘത്തെ കേരള സർക്കാർ ഇവിടുന്ന് അയക്കുകയും ചെയ്തിരുന്നു. ഷിരൂരിൽ മന്ത്രിതല അംഗങ്ങൾ ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഷിരൂരിലെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈശ്വർ മാൽപേ സ്വയം സന്നദ്ധ പ്രകടിപ്പിച്ച് ദുരന്തമുഖത്തിറങ്ങും. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഗംഗാവലി പുഴയിൽ അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്ത് ഒരിക്കൽ കൂടെ ഇറങ്ങി മുങ്ങി പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈശ്വർ മാൽപേയ്ക്ക് അതിനുള്ള അനുമതി കർണാടക സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. തുടർന്ന് ഈശ്വർ മാൽപേ അവിടെ നിന്ന് മടങ്ങി എന്നാണ് ഇപ്പോഴും കർണാടക ഷിരൂരിൽ നിന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ കൈമാറിയ വിവരം എന്നാണ് അല്പസമയം മുമ്പ് സഹോദരി അഞ്ജു പറഞ്ഞു വെച്ചത്.